ഏപ്രിൽ മാസത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ചൂട് വളരെ കൂടുതലുള്ള സമയമാണ്. കേരളത്തിൽ നമ്മൾ മലയാളികൾ ഇതുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള ഒരു വളരെ ഉയർന്ന ചൂടിലൂടെയാണ് കടുത്തൊരു വേനൽക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് പൊതുവെ എല്ലാ ആനിമൽസിനും ഈ ചൂടിൻ്റെ ആധിക്യം കാരണമുള്ളൊരു സ്ട്രെസ്സ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പാമ്പുകൾക്കും അത്തരത്തിലുള്ളൊരു സ്ട്രെസ്സ് കൂടുതലായി കാണപ്പെടും. അതായത് സാധാരണഗതിയിൽ പാമ്പുകൾ മാളങ്ങൾക്കുള്ളിൽ, ഒളിയിടങ്ങൾക്കുള്ളിലൊക്കെ ഒളിച്ച് താമസിക്കുന്ന ജീവികളാണ്. ഇര പിടിക്കാനും ഒക്കെ മാത്രമായിട്ടാണ് അവ പുറത്തു വരാറ്. പക്ഷേ ഈ ഒരു സീസണിൽ ചൂട് കൂടുന്ന സമയത്ത് അവ ശരീരത്തിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായി അവ പുറത്തേക്ക് ഇറങ്ങാനും ജനങ്ങളുടെ മുമ്പിൽ പെടാനും ഒക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല, ഒരു സ്ട്രെസ് ലെവൽ ഉയർന്നു നിൽക്കുന്നത് കാരണം സാധാരണഗതിയിൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഓടി മാളത്തിലേക്ക് ഒളിക്കുന്ന പാമ്പുകൾ പോലും ചിലപ്പോൾ അത് അറ്റാക്ക് ചെയ്യാനും കടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൂടാതെ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ, മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യത്തോടു കൂടി പാമ്പിൻ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിൽ കാണപ്പെടുന്ന വിഷം കൂടുതലുള്ള ഉഗ്രവിഷമുള്ള പാമ്പുകളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കാണുന്ന സീസണാണ്. അതായത് നവജാതരായ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സീസണാണ്. മൂർഖൻ പാമ്പ്, വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ മുതലായ വിഷമുള്ള പാമ്പുകളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്തു വരുന്നു. അതായത് മുതിർന്ന പാമ്പുകൾ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങുന്നു, കുഞ്ഞു പാമ്പുകളും കാണപ്പെടുന്നു. അപ്പോൾ കുഞ്ഞു പാമ്പുകളും ജനിച്ച ഉടനെയുള്ള സമയം എന്ന് പറഞ്ഞാൽ കൂടുതലായി പുറത്തൊക്കെയാണ് ചിലവഴിക്കുക, കൂടുതലായി സഞ്ചരിക്കുന്നുണ്ടാവും. കാരണം അത് ജനിച്ച സ്ഥലത്ത് നിന്ന് അതിന് പറ്റിയ ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തി, ഒളിയിടം കണ്ടെത്തി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഞ്ചാരമായിരിക്കും. അപ്പോൾ ആ ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് അവ വീടുകൾക്ക് മുന്നിലും വീടുകൾക്കുള്ളിലും ഒക്കെ വന്നുപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് നമ്മൾ വീടുകൾക്കുള്ളിലൊക്കെ പാമ്പുകൾ എത്തിപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് പാമ്പുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒന്ന്, അതിന് സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒളിയിടങ്ങൾ നമ്മുടെ വീട്ടിന് ചുറ്റും ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പം വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടികയൊക്കെ കൂട്ടിയിട്ടിരിക്കുക, തടിയൊക്കെ കൂട്ടിയിട്ടിരിക്കുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ വീടിന് ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ പാമ്പ് വന്ന് അതിനകത്തൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വീടിന് ചുറ്റും പൊത്തുകളോ മാളങ്ങളോ വിള്ളലുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാമ്പ് അതിലേക്ക് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊത്തുകളും മാളങ്ങളും ഒക്കെ നമ്മൾ അടയ്ക്കുക. പാമ്പുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ജീവികളുടെ സാന്നിധ്യവും നമ്മൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന് എലി, പാമ്പുകൾ ആഹാരമാക്കുന്ന ജീവിയാണ്. അപ്പോൾ എലി വരാൻ സാധ്യതയുള്ളത് വീടിന് ചുറ്റും ആഹാരത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എലികൾ വരാം. അപ്പോൾ എലികളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നും വീടിന് ചുറ്റും ഇടാതിരിക്കുക, അതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. എലികൾ വന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കഴിക്കുകയും മാളങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. പാമ്പിന് സ്വമേധയാ മാളങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ എലികൾ ഉണ്ടാക്കുന്ന മാളങ്ങൾക്കുള്ളിൽ പാമ്പ് കയറി താമസമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. വീട്ടിൽ ചുറ്റും ഈ അടിക്കാടുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ വള്ളിപ്പടർപ്പുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിടുക. പിന്നെ ചൂട് കൂടുതൽ ആയതുകൊണ്ട് മാളങ്ങൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പാമ്പുകളെ എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തണുപ്പും തണലും ഉള്ള പ്രദേശങ്ങളാണ്. വീടിൻ്റെ മുന്നിൽ ലോണോ അല്ലെങ്കിൽ നമ്മൾ വള്ളിച്ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒക്കെ വളർത്തിയിട്ടുണ്ട്, ദിവസവും നനയ്ക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഒരു പച്ചപ്പും തണുപ്പും തണലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് പാമ്പുകൾ ആകർഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വീട്ടിന് ചുറ്റും നമ്മൾ മുന്നിലൊക്കെ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വീട്ടിലേക്കുള്ള എൻട്രി പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ സീൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വീട്ടിനകത്തേക്ക് പാമ്പുകൾ കടക്കാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ വാതിൽ തുറന്നിട്ടാൽ വാതിലിലൂടെ അകത്തേക്ക് കയറാം. അപ്പോൾ അനാവശ്യമായി വാതിലും ജനലും ഒന്നും തുറന്നിടാതിരിക്കുക, ആളുള്ള സമയത്ത് മാത്രം തുറന്നിടുക. ഇനി വാതിൽ അടച്ചിട്ടിരുന്നാൽ പോലും എസ്പെഷ്യലി മുൻവാതിലും പിൻവാതിലും അതിൻ്റെ താഴെ ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വിടവുണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി ചെറിയ പാമ്പുകൾക്കൊക്കെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ വാതിലിൻ്റെ അടിയിൽ കട്ടില ഉണ്ടെന്നുണ്ടെങ്കിൽ സേഫാണ്. പക്ഷേ അടിയിൽ കട്ടില ഇല്ലാത്ത വാതിലിൽ അവിടെ ഒരു വിടവുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മളത് സീൽ ചെയ്യുക, പ്രത്യേകിച്ച് ഈ കുഞ്ഞു പാമ്പുകളെയൊക്കെ കാണപ്പെടുന്ന സീസണിൽ. പിന്നെ വള്ളിച്ചെടികളൊക്കെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് പടർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ അതിലൂടെ പാമ്പുകൾ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വള്ളിച്ചെടികൾ വളർത്തുന്നതിന് പ്രശ്നമില്ല, അത് വീടിനുള്ളിലേക്ക് വരാനുള്ള മാർഗ്ഗങ്ങളാകാതിരുന്നാൽ മതി. അതായത് അത് ജനലുമായിട്ടോ അല്ലെങ്കിൽ വാതിലുമായിട്ടോ വീടിനുള്ളിലേക്ക് കടക്കാവുന്ന തരത്തിലുള്ള എയർ ഹോളുമായിട്ടോ വെന്റിലേറ്ററുമായിട്ടോ ഒന്നും ഒരു കണക്ഷൻ വരാതെ നോക്കുക. അത്തരം വള്ളിച്ചെടികൾ അതിലേക്കൊക്കെ പടർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ഭാഗം ക്രോപ്പ് ചെയ്ത് നിർത്തുക. വള്ളിച്ചെടികളിലൂടെ കയറി വരാൻ പറ്റുന്ന ചില പാമ്പുകൾക്ക് അത്തരത്തിലുള്ള കഴിവുണ്ടാവും, എല്ലാ പാമ്പുകൾക്കും അങ്ങനെ പറ്റില്ല. അണലിക്കൊന്നും മരം കയറാനോ അല്ലെങ്കിൽ വള്ളികളിലൂടെ കയറി വരാനോ പറ്റില്ല. പക്ഷേ മൂർഖനും വെള്ളിക്കെട്ടനും ഒക്കെ
വള്ളിച്ചെടികളിലും ഒക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്രോപ്പ് ചെയ്ത് നിർത്തുക, അത് പ്രധാനമാണ്. പിന്നെ വാതിലിലോ അല്ലെങ്കിൽ ജനലിലോ അതുപോലെ വെന്റിലേറ്ററിലോ ഒക്കെ ചാരി വെച്ചിരിക്കുന്ന എന്തെങ്കിലും കുറച്ച് നീളമുള്ള പണിയായുധങ്ങൾ, തൂമ്പായൊക്കെ പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ വിറകൊക്കെ ചാരി വെച്ചിരിക്കുകയാണെങ്കിൽ അതുവഴിയൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണക്ടിവിറ്റീസ് നമ്മൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. വീടിന് പുറത്തും നമ്മൾ സഞ്ചരിക്കുമ്പോൾ എത്ര നമുക്ക് പരിചയമുള്ള സ്ഥിരം നമ്മൾ നടക്കുന്ന വഴിയാണെങ്കിലും രാത്രി സമയങ്ങളിൽ നമ്മൾ വെളിച്ചം കയ്യിൽ കരുതുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അമ്പലത്തിൽ ഉത്സവവും പള്ളിപ്പെരുന്നാളൊക്കെ നടക്കുന്ന സീസൺ ആയത് കാരണം ചിലപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് ഇത്തരം ചടങ്ങുകൾക്കൊക്കെ നമ്മൾ പോവുകയും രാത്രി ലേറ്റായിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോവുകയും അത്തരം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വെളിച്ചം നമ്മൾ കയ്യിൽ നിർബന്ധമായും കരുതുക എന്നുള്ളതാണ്. സ്ഥിരമായി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കാടുകൾ വളർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ ഈ നമ്മൾ കരിയിലകളൊക്കെ മൂടിക്കിടക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക, നല്ല ക്ലീൻ ചെയ്ത് ഇടുക എന്നുള്ളതാണ്. വീട്ടിന് മുന്നിൽ ഇപ്പം മോഡേൺ ഹൗസസ് ഒക്കെ ആണെങ്കിൽ പോലും വീടിന് മുന്നിലൊക്കെ വെച്ചിരിക്കുന്ന ഷൂവിനകത്ത് കുഞ്ഞു പാമ്പുകളൊക്കെ വന്ന് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഷൂ എടുത്ത് ധരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വെക്കേഷൻ കാലയളവാണ്, കുട്ടികൾ കൂടുതലായി കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൗണ്ടിലൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ അത് ടർഫ് പോലുള്ള കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഓക്കെ. പക്ഷേ ഓപ്പൺ ആയിട്ടുള്ള ഗ്രൗണ്ടുകളിലൊക്കെ എപ്പോഴും അടിക്കാടുകൾ നിറഞ്ഞ ചില മൂലയും കോർണറും ഒക്കെ ഉണ്ടാവും. അത്തരം സ്ഥലങ്ങളിൽ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ബോൾ ആ കാടിനിടയിലൊക്കെ പോകുമ്പോഴേക്കും കുട്ടികൾ അതെടുക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് പാമ്പുകടി ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു ശ്രദ്ധയുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുക. വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പൂച്ചയും അല്ലെങ്കിൽ നായക്കുട്ടിയൊക്കെ രാത്രി സമയങ്ങളിൽ വീടിൻ്റെ പുറത്തോ ഒക്കെ ഇറങ്ങാറുണ്ട്. ഇങ്ങനെ ഒളിത്താവളങ്ങൾ അന്വേഷിച്ച് അല്ലെങ്കിൽ സഞ്ചരിച്ച് വരുന്ന ചെറിയ പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പൂച്ച പോലുള്ള ജീവികളൊക്കെ അതിനെ പിടിക്കുകയും ജീവനോടെ തന്നെ അതിനെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരികയും ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന ബെഡിലൊക്കെ കൊണ്ടുവയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. അത്തരത്തിൽ അങ്ങനെ കുഞ്ഞ് കിടന്നുറങ്ങുന്ന ബെഡിലേക്ക് പൂച്ച വിഷമുള്ള പാമ്പിനെ ജീവനോടെ കൊണ്ടുവച്ചിട്ട് ആ പാമ്പിൻ്റെ കടിയേറ്റ് ആ കുഞ്ഞ് മരിക്കുന്ന സംഭവമൊക്കെ കഴിഞ്ഞ വർഷം കോയമ്പത്തൂരിൽ നടന്നതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഈ പെറ്റ്സിനെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം പാമ്പുകളെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അത്തരത്തിലൊരു സേഫ്റ്റി പ്രിക്കോഷൻ നമ്മൾ കരുതുന്നത് നല്ലതാണ്. പിന്നെ പക്ഷികളെയൊക്കെ വളർത്തുന്ന വീടാണെന്നുണ്ടെങ്കിൽ പാമ്പുകൾ അവിടേക്ക് അട്രാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതിപ്പം കോഴിമുട്ടയും ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയ പക്ഷികളെയൊക്കെ പിടിച്ച് ഭക്ഷണമാക്കാൻ സാധ്യതയുള്ള മൂർഖം പാമ്പ് പോലുള്ള പാമ്പുകളൊക്കെ ഇതിനെ പിടികൂടി ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തേക്ക് അട്രാക്റ്റഡ് ആകാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പക്ഷികളൊക്കെ ഇടുന്ന മുട്ട എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ പ്രദേശത്തേക്ക് വരാം. അപ്പോൾ പക്ഷികളെയൊക്കെ വളർത്തുന്ന വീടുകൾ പ്രത്യേകിച്ച് ഇഴജന്തുക്കളെ സംബന്ധിച്ച് ഒരു മുൻകരുതൽ പാലിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള മുൻകരുതലുകൾ. പിന്നെ പാമ്പുകളെ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ മുൻകരുതൽ. നമ്മൾ വളരെ സേഫായിട്ടുള്ള ഒരു ദൂരത്തിൽ നിന്ന് അതിൻ്റെ ചലനങ്ങൾ ഒബ്സർവ് ചെയ്യുക. കേരളത്തിൽ എല്ലാ ജില്ലകളിലും തന്നെ വനം വകുപ്പിൻ്റെ ട്രെയിൻഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള സർപ്പ വോളണ്ടിയർമാരുണ്ട്. അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള വോളണ്ടിയർ സ്ഥലത്തെത്തിയിട്ട് ആ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി മാറ്റും. അപ്പോൾ വീട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ റൂമങ്ങ് അടച്ചിട്ടാലും മതി. അതിൻ്റെ അടുത്തേക്ക് പോവുകയോ അതിനെ പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. സർപ്പ ആപ്പ് വനം വകുപ്പിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടികൂടി അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് പാമ്പിനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വിളിച്ച് പറയാതെ തന്നെ തൊട്ടടുത്തുള്ള സർപ്പയിൽ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ വനം വകുപ്പിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിന് അലർട്ട് മെസ്സേജ് പോവുകയും അതിൽ ചിലപ്പം പലരും പല ജോലികളൊക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അതിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ സ്വമേധയാ ആ ഒരു റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് സ്ഥലത്തേക്ക് എത്തിയിട്ട് അതിനെ പിടികൂടി മാറ്റുകയും ചെയ്യും. പിന്നെ പാമ്പിനെ കണ്ടു അത് വിഷമില്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അത് അപകടകരമായ സാഹചര്യത്തിലല്ല, വീട്ടിൽ ഒരു വിശാലമായ പറമ്പിൽ പുറത്താണ് കണ്ടത്, അപകട സാഹചര്യമൊന്നുമില്ല, പക്ഷേ അതിനെ കണ്ട് അത് ഏത് ഇനമാണെന്ന് നമുക്ക് അറിയണമെന്നൊരു താല്പര്യം തോന്നി നമുക്കതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. പിന്നൊന്ന് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള മുൻകരുതലുകൾ സംബന്ധിച്ച വീഡിയോസ് അതിലുണ്ട്. പാമ്പ് കടിയേറ്റാൽ ഏതൊക്കെ ഹോസ്പിറ്റൽസിനാണ് ആൻറ്റിവനം അവൈലബിലിറ്റി ഉള്ളത്, അത് ശരിയായ ആൻറ്റിവനം ചികിത്സയുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ലിസ്റ്റുണ്ട്, ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റുണ്ട്. ആ ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈറ്റ് നടന്ന സംഭവം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയാണ് അതിൽ ആദ്യത്തേതായി കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പല ഫെസിലിറ്റീസും ഉണ്ട്. ഇനി
മൊബൈലിൽ സർപ്പ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് സർപ്പ വോളണ്ടിയേഴ്സ് എല്ലാ ജില്ലകളിലും ഉണ്ട്. പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന നമ്പറുകൾ നമ്മുടെ മൊബൈലിലൊന്ന് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ സ്ഥലത്തെത്തിയിട്ട് ഇപ്പോൾ ആ കോള് കിട്ടിയ ആൾ ഒരുപക്ഷെ അന്നേരം തിരക്കിലാണ്, സ്ഥലത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആൾ നമുക്ക് ജില്ലാ കോർഡിനേറ്റർമാരൊക്കെ ഉണ്ട്, ജില്ലാ ഫെസിലിറ്റേറ്റർമാരുണ്ട്. അപ്പോൾ അവരിലൂടെ അടുത്ത ആൾ ആരാണ് അവൈലബിൾ എന്നുള്ളത് അവർക്ക് കോൾ കണക്ട് ചെയ്തിട്ട് അവർ വന്നിട്ട് അതിനെ റെസ്ക്യൂ ചെയ്ത് മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഭയപ്പെടാതിരിക്കുക. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ 24 മണിക്കൂറും നമുക്ക് ഫങ്ഷണലായിട്ടുള്ള ടോൾ ഫ്രീ നമ്പറുണ്ട്. വനംവകുപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പർ വനംവകുപ്പ് ആസ്ഥാനത്ത് ആണ്. അതിലൊരു ഇതുപോലുള്ള എമർജൻസി നേച്ചറുള്ള ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ആ കോള് പെട്ടെന്ന് തന്നെ അതിനടുത്ത സ്ഥലത്തേക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന യൂണിറ്റിലേക്ക്, അത് ചിലപ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ടീം ആയിരിക്കും, അല്ലെങ്കിൽ സർപ്പ വോളണ്ടിയർ ആയിരിക്കും, അവർക്കത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ അതിനുള്ള ആക്ഷൻ ഉണ്ടാവും. 1800 425 4733 ഇതാണ് വനംവകുപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പർ. ഇതുകൂടാതെ എല്ലാ വനം ഡിവിഷനുകളിലും കൺട്രോൾ റൂമുകളുണ്ട്, എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകളും ഉണ്ട്. അവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള എമർജൻസി കോളുകൾ കണക്ട് ചെയ്യാൻ പറ്റും, വിളിച്ച് അറിയിക്കാൻ പറ്റും. പാമ്പ് കടിയെ സംബന്ധിച്ച് നമ്മളിപ്പം പണ്ട് മുതലേ കേട്ട് പരിചയിച്ച ചില ഫസ്റ്റ് എയ്ഡുകൾ, പ്രഥമ ശുശ്രൂഷകളുണ്ട്. അത് പലതും വളരെ അപകടകരമായിട്ടുള്ള സംഗതികളാണ്. ഒന്ന്, പാമ്പ് കടിച്ച അല്ലെങ്കിൽ കടിയേറ്റ ഭാഗത്തിന് അല്പം മുകളിലായിട്ട് നമ്മൾ ഒന്ന് മുറുക്കി കെട്ടണമെന്ന് പറയും, അല്ലെങ്കിൽ ഒരു വിരൽ കടത്താവുന്ന രീതിയിൽ അല്പം അയച്ച് കെട്ടണമെന്ന് പറയും. രണ്ട് രീതിയും തെറ്റാണ്, വളരെ അപകടകരമാണ്. എസ്പെഷ്യലി ഹീമോടോക്സിക് എൻവനമേഷൻ, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ, രക്തചംക്രമണ വ്യവസ്ഥിതിയെ ബാധിക്കുന്ന അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയേറ്റതാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മുറുക്കി കെട്ടുകയോ അല്ലെങ്കിൽ അല്പം അയച്ചിട്ടായാലും കെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ ടിഷ്യൂസൊക്കെ ഡാമേജ് ആകാനും ചിലപ്പോൾ ആ ഭാഗം തന്നെ മുറിച്ച് മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു കാരണവശാലും ടോർണിക്കെ അപ്ലൈ ചെയ്യരുത്, അതായത് മുറുക്കിയോ അയച്ചോ കെട്ടാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു 40-50 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിച്ച് അല്ലെങ്കിൽ കേട്ട് പരിചയിച്ചൊരു അറിവാണ് ഈ കടിയേറ്റ ഭാഗത്ത് നിന്ന് വിഷം വായ കൊണ്ട് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത്. അങ്ങനെ വലിച്ചെടുക്കാൻ സാധിക്കില്ല, തെറ്റാണ്. അത് രോഗിയുടെയും വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളിൻ്റെയും അപകടാവസ്ഥ കൂട്ടുകയുള്ളൂ. മാത്രമല്ല, കടിയേറ്റ ഭാഗത്ത് മൂർച്ചയുള്ള ഒരു ബ്ലേഡോ മറ്റോ ഉപയോഗിച്ചൊരു മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് ഒഴുക്കിക്കളഞ്ഞാൽ നല്ലതാണ് എന്നൊരു ധാരണ പലർക്കും ഉണ്ട്, തെറ്റാണ്. അങ്ങനെ മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ രക്തം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അപകടാവസ്ഥ ഒന്ന്. മറ്റേത്, ഈ ബ്ലഡ് എക്സ്പോസ്ഡ് ആവുന്നത് കാരണം സാവധാനം ബ്ലഡിലേക്ക് കലരേണ്ടുന്ന വെനം പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് കലരുകയും എൻവനമേഷൻ 10 മടങ്ങ് വേഗത കൂടുകയും ചെയ്ത് അപകടമുണ്ടാകും. അപ്പോൾ ഒരു തരത്തിലും അങ്ങനെ മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് ഒഴുക്കി കളയാൻ വേണ്ടി ശ്രമിക്കരുത്. സോപ്പിട്ട് കഴുകാമോ എന്ന ഒരു സംശയമുണ്ടാകും. സോപ്പിട്ട് കഴുകരുത് എന്നുള്ളതാണ് വിദഗ്ധ നിർദ്ദേശം. കാരണം എന്ന് പറഞ്ഞാൽ, അപ്പം പട്ടിയോ പൂച്ചയൊക്കെ കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മുറിവിൽ രോഗാണുക്കളുണ്ടാകും, വൈറസിൻ്റെയൊക്കെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ സോപ്പോ അല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസറോ ഡെറ്റോളോ പോലുള്ള സംഗതികളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തേച്ച് കഴുകിക്കഴിഞ്ഞാൽ ഈ അണുക്കളുടെയൊക്കെ സാന്നിധ്യം നമുക്ക് പരമാവധി ഒഴിവാക്കാൻ സാധിക്കും. അത് 10-15 മിനിറ്റ് ഭംഗിയായിട്ട് തേച്ച് കഴുകണം എന്നുള്ളതാണ് വിദഗ്ധരുടെ നിർദ്ദേശം. പാമ്പ് കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല. ആ തൊലിപ്പുറത്തോ അല്ലെങ്കിൽ മുറിപ്പാടിലോ അല്ല, അണുക്കളല്ല. അതായത് തൊലിപ്പുറത്ത് നിന്ന് 5-10 മില്ലിമീറ്റർ ഉള്ളിലായിട്ട് വെനമാണ് അത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഒരിക്കലും ആ മുറിപ്പാടിൻ്റെ മുകൾ വശത്ത് തേച്ച് കഴിയത് കൊണ്ട് ആ വെനം നമുക്ക് കഴുകിക്കളയാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, നല്ല രീതിയിൽ സോപ്പിട്ട് തേച്ച് കഴുകിക്കഴിഞ്ഞാൽ നല്ലൊരു മസാജിങ് എഫക്റ്റ് വരികയും അതിലൂടെ വെനത്തിൻ്റെ സ്പ്രെഡിങ് ഫാസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തേച്ച് കഴുകാൻ പാടില്ല എന്നുള്ളതാണ് വിദഗ്ധരുടെ നിർദ്ദേശം. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ഡു ഇറ്റ് റൈറ്റ് എന്നുള്ളതാണ് വളരെ ചുരുക്കത്തിൽ പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണമായി പറയാൻ സാധിക്കുക. ഡു ഇറ്റ് റൈറ്റ്, RIGHT എന്നുള്ള, അതായത് റീഅഷ്വർ, കടിയേറ്റ ആളെ ഭയപ്പെടുത്താതിരിക്കുക, സമാധാനപ്പെടുത്തുക. റീഅഷ്വർ. ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം മസ്കുലർ ആക്ടിവിറ്റീസ് മിനിമൈസ് ചെയ്യത്തക്ക രീതിയിൽ അവിടെ ഒരു ആയാസകരമായ, അതായത് മസിൽസ് അനങ്ങുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രേപ്പ് ബാൻഡേജോ മറ്റോ ഉപയോഗിച്ച് വളരെ ലഘുവായിട്ടൊന്ന് ചുറ്റുക. അത് വേണ്ടത്ര പരിശീലനം ലഭിച്ചതല്ലാത്ത ആൾക്കാർ അങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ടോർണിക്കെ എഫക്റ്റ് ഉണ്ടാവുകയും അത് അപകടകരമാവുകയും ചെയ്യും. അത് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റീഅഷ്വർ ചെയ്യുക, ആളെ സമാധാനിപ്പിക്കുക, പേടിപ്പിക്കാതിരിക്കുക, കടിയേറ്റ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക. പിന്നെ മറ്റൊന്നും ചെയ്യാനില്ല. RIGH, ഗോ ടു ഹോസ്പിറ്റൽ ആണ് GH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രയും പെട്ടെന്ന്
ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുക. ടെൽ ദ ഡോക്ടർ, എന്താണ് സംഭവിച്ചത് എന്ന് ഡോക്ടറോട് വളരെ ചുരുക്കത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ RIGHT ആണ് ചെയ്യേണ്ട കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്ന തരത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ്. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് എപ്പോഴും റിസ്ക്കാണ്. നമ്മൾ ടെൻഷൻ കൂടുന്ന, സ്ട്രെസ്സ് കൂടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ആയാസകരമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഓടി ആശുപത്രിയിലേക്ക് പോകാൻ പാടില്ല, കടിയേറ്റ ആളെ നടത്തി പോലും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കടിയേറ്റ ആളെ അദ്ദേഹത്തെ സഹായിക്കുന്ന 1-2 പേര് ചേർന്നിട്ട് അദ്ദേഹത്തെ വാഹനത്തിൽ സാവധാനം നമ്മൾ ശാന്തമായിട്ട് ഇരുത്തിയിട്ട് ശരീരം അധികം ഇളക്കാത്ത രീതിയിൽ അദ്ദേഹത്തെ ട്രാൻസ്പോർട്ട് ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. സ്വമേധയാ ബൈക്ക് ഓടിച്ചൊക്കെ പോകുന്നത് വളരെ അപകടകരമാണ്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും, എല്ലാ ജില്ലാ ആശുപത്രികളിലും, എല്ലാ താലൂക്ക് ആശുപത്രികളിലും ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. നമുക്ക് പ്രധാനമായും ബിഗ് 4 വെനമസ് സ്നേക്സിനുള്ള ആൻറ്റിവെനമാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇനത്തിൽപ്പെട്ട ഉഗ്രവിഷമുള്ള പാമ്പുകൾ, അതായത് കൂടുതൽ പേരുടെയും മരണത്തിനിടയാക്കുന്ന വിഷപ്പാമ്പുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് മൂർഖം പാമ്പ്, 2 വെള്ളിക്കെട്ടൻ. ഇത് 2 ന്യൂറോടോക്സിക് ആണ്. പിന്നെ 2 ഇനത്തിൽപ്പെട്ട അണലി, റസൽസ് വൈപ്പർ എന്നും സോസ്കൈൽഡ് വൈപ്പർ എന്നും പറയുന്ന 2 ഇനത്തിൽപ്പെട്ട അണലി. ഈ 4 പാമ്പുകളെയാണ് നമ്മൾ ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്നത്. ഈ 4 പാമ്പുകളുടെയും കടിയേറ്റ് കഴിഞ്ഞാൽ ഒരു മരുന്ന് കൊണ്ടാണ് ചികിത്സിക്കുന്നത്. അതിന് ആൻറ്റിവെനം, പോളിവാലൻ്റ് ആൻറ്റി സ്നേക് വെനം എന്നാണ് പറയുക. കിങ് കോബ്രയ്ക്ക് നമുക്ക് ആൻറ്റിവെനം അവൈലബിൾ അല്ല. അതുപോലെ മറ്റ് ചില പിറ്റ് വൈപ്പേഴ്സിനൊന്നും ആൻറ്റിവെനം അവൈലബിൾ അല്ലെങ്കിൽ പോലും ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതായത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ആൻറ്റിവെനം ബേസിക്കലി 2 തരം ആൻറ്റിവെനം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് മോണോവാലൻ്റ് ആൻറ്റിവെനമാണ്, മറ്റേത് പോളിവാലൻ്റ് ആൻറ്റിവെനമാണ്. നമുക്ക് ഇന്ത്യയിൽ ഒരേ ഒരു ആൻറ്റിവെനമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഈ ബിഗ് 4 വെനമസ് സ്നേക്സിൻ്റെ ബൈറ്റിനെതിരെ ഫലപ്രദമായി വർക്ക് ചെയ്യുന്ന ആൻറ്റിവെനമാണ്. അതായത് 4 ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാലും വേറെ വേറെ മരുന്നല്ല, അല്ലെങ്കിൽ പ്രതിമരുന്നല്ല കൊടുക്കുന്നത്, ഒരേ ആൻറ്റിവെനം തന്നെയാണ് കൊടുക്കുന്നത്. ബിഗ് 4 വെനമസ് സ്നേക്സിൻ്റെ ബൈറ്റിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ആ വിഷത്തെ ന്യൂട്രലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ആൻറ്റിവെനമാണ് പോളിവാലൻ്റ് ആൻറ്റിവെനം. അതായത് ഒന്നിലധികം സ്പീഷീസിൽപ്പെട്ട പാമ്പുകളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ പൊതുവായി ഉപയോഗിക്കാൻ പറ്റുന്ന ആൻറ്റിവെനമാണ് പോളിവാലൻ്റ് ആൻറ്റിവെനം. മോണോവാലൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മൂർഖം പാമ്പിൻ്റെ കടിയേറ്റു, മൂർഖനെതിരെ മാത്രം ഫലപ്രദമാകുന്ന ആൻറ്റിവെനമാണ് മൂർഖൻ്റെ മോണോവാലൻ്റ് ആൻറ്റിവെനം. റസൽസ് വൈപ്പറിൻ്റെ ബൈറ്റിനെ പ്രതിരോധിക്കാൻ മാത്രം ഉപയോഗിക്കാവുന്ന ആൻറ്റിവെനമാണ് റസൽസ് വൈപ്പറിൻ്റെ മോണോവാലൻ്റ് ആൻറ്റിവെനം. അത്തരത്തിലുള്ള മോണോവാലൻ്റ് ആൻറ്റിവെനംസ് ഒന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ആൻറ്റിവെനം എന്ന് പറയുന്നത് 4 ഇനത്തിൽപ്പെട്ട ബിഗ് 4 വെനമസ് സ്നേക്സിൽപ്പെട്ട 4 ഇനത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയെ പൊതുവായി പ്രതിരോധിക്കുന്ന പോളിവാലൻ്റ് ആൻറ്റി സ്നേക് വെനമാണ്. രാജവെമ്പാലയ്ക്കൊന്നും നമുക്ക് ഇന്ത്യയിൽ ആൻറ്റി സ്നേക് വെനം അവൈലബിൾ അല്ല. പറഞ്ഞു കേട്ടിടത്തോളം ആ മക്കളും അച്ഛനും അമ്മയും കൂടെ ബെഡ് നിലത്തിട്ടിട്ട് അവർ ഹോളിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു, നിലത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ചൂട് കാലമായത് കാരണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രാത്രി ഇടയ്ക്ക് അവർ എഴുന്നേറ്റ് കട്ടിലിൽ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ആ ബെഡ് നിലത്തിട്ടിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കാം ഈ വെള്ളിക്കെട്ടൻ്റെ കുഞ്ഞ് വെള്ളിക്കെട്ടനാണ് കടിയേറ്റതായി ആ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. അപ്പോൾ ആ വെള്ളിക്കെട്ടൻ്റെ കുഞ്ഞ് ആ കട്ടിലേക്ക് കയറുക അല്ലെങ്കിൽ ബെഡിലേക്ക് കയറുകയും ആ മക്കളെ കടിച്ചത് എന്നാണ് അനുമാനിക്കാൻ പറ്റുന്നത്. അത് പൊതുവിൽ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കുഞ്ഞ് പാമ്പുകൾക്ക് വിഷമില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് ശരിയല്ല. കുഞ്ഞു പാമ്പുകൾക്ക് വിഷമുണ്ട്, വിഷത്തിന് ഇൻറ്റൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ആ നിലത്ത് കിടന്ന സമയത്തായിരിക്കും കടിച്ചത്. അത് കഴിഞ്ഞിട്ടത് കടിച്ചത് അറിഞ്ഞില്ല. അതൊരു വെള്ളിക്കെട്ടനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണ്. അതായത് രാത്രി സഞ്ചാരിയാണ്. അപ്പോൾ രാത്രി സമയങ്ങളിൽ ഇഴഞ്ഞു നടക്കുന്ന ഒരു പാമ്പാണ്. പല്ല് വളരെ ചെറുതാണ്. ഇപ്പോൾ മുതിർന്ന വെള്ളിക്കെട്ടൻ പാമ്പിൻ്റെ പല്ല് പോലും ഒരു 3 മുതൽ 5 മില്ലിമീറ്റർ വരെയൊക്കെ വലുപ്പം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ വെള്ളിക്കെട്ടൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ അത് ഒരു കൊതുക് കുത്തിയതുപോലെയൊക്കെ നമുക്ക് തോന്നുള്ളൂ, കൊതുക് കടിച്ചതുപോലെ മാത്രം തോന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുക പോലുമില്ല. വെള്ളിക്കെട്ടൻ ഇങ്ങനെ ഈ രാത്രിയൊക്കെ ഇഴഞ്ഞ് നടന്നിട്ട് ചിലപ്പോൾ ആൾക്കാർ കിടന്നുറങ്ങുന്ന സ്ഥലത്തൊക്കെ ആ ചൂട് തട്ടാൻ വേണ്ടിയിട്ടൊക്കെ അടുത്ത് വന്ന് കിടക്കാറുണ്ട്. ഉറക്കത്തിൽ നമ്മൾ തിരിയോ മറിയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ആ പാമ്പിന് വേദനിച്ചിട്ട് അത് കടിക്കുകയും ചെയ്യും. അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ അന്നേരം കടിയേൽക്കുന്നത് അറിയുകയുമില്ല. പിന്നീട് ആ സിംറ്റംസ് ഓഫ് എൻവനമേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴേക്കും ഛർദിയും തലകറക്കവും അങ്ങനെയുള്ള സിംറ്റംസും ഉണ്ട്. ചിലപ്പോൾ ന്യൂറോടോക്സിക് ആയത് കാരണം ചിലപ്പോൾ ആ ഉറക്കത്തിൽ തന്നെ നമുക്ക് കണ്ണ് തുറക്കാനോ അല്ലെങ്കിൽ ശബ്ദമുയർത്തി സംസാരിക്കാനോ ആരോടെങ്കിലും ഇത് പറയാനോ ഒന്നും പറ്റാത്തൊരു കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് എഴുന്നേൽക്കാനോ മറ്റ് അടുത്ത് കിടന്നുറങ്ങുന്ന ആൾക്കാരെ വിളിച്ചുണർത്താനോ ഒന്നും പറ്റത്തില്ല. ചിലപ്പോൾ ഉറക്കത്തിൽ തന്നെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ പാമ്പ് കടിച്ചതാണ് അടച്ചുറപ്പുള്ള ഒരു 2 വർഷത്തിനിപ്പുറം നിർമ്മിച്ച നല്ലൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് പാമ്പ് വീടിനകത്തേക്ക് കയറുമെന്നുള്ളൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫുഡ് പോയ്സണിങ് ആണ് എന്നുള്ളൊരു ചിന്തയിൽ അത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് നടക്കുകയും പിന്നെ അത് പാമ്പ് കടി ആയിരിക്കാം എന്നുള്ള അനുമാനത്തിൽ പരിശോധിച്ച് പാമ്പിനെയൊക്കെ കണ്ടെത്തിയപ്പോഴേക്കും നല്ല ഡിലേ വരികയും ചെയ്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്തരത്തിൽ കാര്യങ്ങൾ കോംപ്ലക്സ് ആയത്. ഒരുപക്ഷെ കൃത്യമായിട്ട് അത് പെട്ടെന്ന് തന്നെ പാമ്പ് കടിച്ചതാണ് എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കുകയും ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് ഒരുപക്ഷെ പോകില്ലായിരുന്നു. വെള്ളിക്കെട്ടൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പൊതുവേ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലക്ഷണമാണ് വയറുവേദന അല്ലെങ്കിൽ ഛർദി, തലകറക്കം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ, അതായത് ആൻറ്റിവെനം ട്രീറ്റ്മെൻ്റ് ഉള്ള ഹോസ്പിറ്റലിൽ വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പാമ്പ് കടിച്ചതാണോ എന്ന് അന്വേഷിച്ച് നിന്നിട്ട് അത് പരിശോധിക്കാനും പാമ്പിനെ കണ്ടെത്താനും പാമ്പിനെ പിടികൂടി ഡോക്ടറെ കൊണ്ട് കാണിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാൻ പാടില്ല. അത് നമ്മുടെ സമയം വൈകിപ്പിക്കുന്നതോടുകൂടി ഈ പരിശോധിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും അഥവാ പാമ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടിയേൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള പരിശോധനകൾക്ക് വേണ്ടി സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എത്തുക. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിശോധനകൾ നടത്തിയിട്ട് എൻവനമേഷൻ എത്രത്തോളം ഉണ്ട്, എൻവനമേഷൻ നടന്നിട്ടുണ്ടോ, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ വനം വകുപ്പിൻ്റെ പരിശീലനം ലഭിച്ച പ്രൊഫഷണലായിട്ട് പാമ്പുകളെ കൈകാര്യം ചെയ്യാനുള്ള ഉപകരണങ്ങളുള്ള നിയമപരമായിട്ട് അനുമതിയുള്ള ആൾക്കാരൊഴികെ വേറെ ആരും അതിനെ സമീപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പാമ്പിൽ നിന്ന് പരമാവധി ദൂരെ സേഫായിട്ടുള്ള ഡിസ്റ്റൻസിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി. പാമ്പിനെ പിടിക്കാനോ തല്ലിക്കൊല്ലാനോ ഒന്നും പാടില്ല. പാമ്പുകൾ വന്യജീവികളാണ്. അപ്പോൾ അതിനെ പിടികൂടാൻ ശ്രമിക്കുക. അതിനെ സമീപിക്കുന്നത് തന്നെ അതിൽ നിന്ന് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ സുരക്ഷയ്ക്ക് അത് ഒരു ഭീഷണിയാണ് എന്നുള്ളത് കൊണ്ടാണ് നിയമപരമായിട്ട് ഇതിനെയൊന്നും സമീപിക്കാനോ പിടികൂടാൻ ശ്രമിക്കാനോ പാടില്ല എന്നുള്ളത് അത് നിയമവിരുദ്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും അതിനെ സമീപിക്കാനോ പിടിക്കാൻ ശ്രമിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് വനം വകുപ്പിനെ അറിയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർപ്പ വോളണ്ടിയേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവരത് സുരക്ഷിതമായി കൈകാര്യം ചെയ്തുകൊള്ളും. നമുക്ക് ഇനം തിരിച്ചറിയില്ല, വിഷമില്ലാത്തതാണ് എന്ന ധാരണയിൽ ഉഗ്രവിഷമുള്ള പാമ്പിനെ പിടികൂടി മലമ്പാമ്പാണെന്നുള്ള ധാരണയിൽ അണലിയെ പിടികൂടി കടികിട്ടി മരിച്ച ഒരുപാട് കേസുകൾ കേരളത്തിൽ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാമ്പുകളുടെ ID സംബന്ധിച്ച് ചിലപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പാമ്പുകളെ തിരിച്ചറിയാൻ കഴിയുന്ന ആൾക്കാർക്ക് പോലും ഈ പാമ്പുകളുടെ ID സംബന്ധിച്ച് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ലുക്ക് അലൈക്സ് ഒരുപാടുണ്ട്. വെള്ളിക്കെട്ടനെ പോലെ ഇരിക്കുന്ന വിഷമില്ലാത്ത പാമ്പുകൾ ഒരുപാടുണ്ട്. അതുപോലെ അണലിയെയും മലമ്പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, സാൻബോവയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും വിഷമില്ലാത്ത പാമ്പാണെന്നുള്ള ലാഘവത്തോടു കൂടി വിഷമുള്ള ഒരു പാമ്പിനെയോ അല്ലെങ്കിൽ ID കൃത്യമായിട്ട് അറിയാതെ പാമ്പിനെ സമീപിക്കാനും അപകടമുണ്ടാകാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പാമ്പിനെ കണ്ടാൽ അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി.